الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وابتغوا إليه الوسيلة وجاهدوا في سبيله لعلكم تفلحون. ബഹുമാനിയായ സഹോദരനായ സഹോദരികളെ, സർവശക്തനായ റബ്ബിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അതുപ്രകാരം ശരികളും തെറ്റുകളും വേർതിരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം ആണ് ഇഹലോകത്ത് മനസമാധാനത്തിനും പരലോകത്ത് ശാശ്വതമായ വിജയത്തിനും അടിസ്ഥാനം സൃഷ്ടിച്ച് അന്നം തരുന്ന അള്ളാഹുവിനെ മറക്കാതിരിക്കലാണ്. എല്ലാ മേഖലകളിലും ജയിക്കണം, വിജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലമാണല്ലോ ഇത്. അതിൽ വിജയിക്കാൻ വേണ്ടി മനുഷ്യൻ പാടുപെടുന്ന പ്രയാസങ്ങൾ എത്രയാണ് എന്ന് നമുക്കറിയാം. അവനവന്റെ വിശ്വാസവും അവനവൻ സത്യമായി അംഗീകരിക്കുന്നത് പോലും പണയം വെച്ച് ജയിക്കണം ജയിക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് എല്ലാവരും. അതിനുവേണ്ടി മുടക്കുന്ന പണം, അതിനുവേണ്ടി ചെയ്യുന്ന അധ്വാനങ്ങൾ, അതിനുവേണ്ടി നൽകുന്ന വാഗ്ദാനങ്ങൾ, ഇതൊന്നും കയ്യും കണക്കുമില്ല. ഇതിൻ്റെയൊക്കെ ശരിയും തെറ്റും സാധാരണക്കാരായ ആളുകൾക്ക് അറിയാം. എന്നാലും വിജയിക്കണം എന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും ചിന്ത. നമ്മുടെ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും പരീക്ഷയെ അഭിമുഖീകരിക്കാനുണ്ട്. ആ കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും അവരെ പഠിപ്പിക്കുന്ന ആളുകളുടെയും മനസ്സിലുള്ളത് ഞങ്ങളെ സ്കൂള് ജയിക്കണം, മറ്റാരെക്കാളും എൻ്റെ കുട്ടി ജയിക്കണം, ഞങ്ങൾ വിജയിക്കണം, മറ്റെന്തിനേക്കാളും. ആ ഒരു വിജയ ചിന്തയാണല്ലോ എല്ലാ രംഗത്തും. കച്ചവട മേഖലയിലാണെങ്കിൽ ഒരു കച്ചവടം തുടങ്ങുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടിയാണ്. കർഷകൻ വിത്തിറക്കുന്നത് ജീവിതം വിജയിച്ചു കിട്ടാൻ വേണ്ടിയാണ്. ഓരോ രംഗത്തും രക്ഷപ്പെടണം രക്ഷപ്പെടണം എന്ന ചിന്തയുള്ള ആളുകളാണ് നമ്മളൊക്കെ.
അങ്ങനെ ചിന്തിക്കുകയും വേണം, നമ്മൾ അമൽ ചെയ്യുകയും വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ദുനിയാവിൽ അമൽ ചെയ്ത് ജോലി ചെയ്ത് വൈകുന്നേരമാകുന്ന ആളിൻ്റെ വിയർപ്പ് കൊണ്ട് അല്ലാഹു തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നു. നമ്മൾ പാടത്തും പറമ്പിലും പണിയെടുത്ത് അല്ലെങ്കിൽ അങ്ങാടികളിൽ ഓടി നടന്ന് പീടികയിൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അല്ലെങ്കിൽ ഓഫീസിൽ ജോലി ചെയ്ത് അതിനൊക്കെ അധ്വാനം ഉണ്ടല്ലോ. ഈ അധ്വാനത്തിൽ അതിൻ്റെ അധ്വാനം കൊണ്ട് അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അപ്പോൾ വിജയിക്കണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനം തന്നെയാണ്. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പറഞ്ഞ വിജയങ്ങളെല്ലാം ദുനിയാവിലെ വിജയങ്ങളാണ്. വിശ്വാസിക്ക് 2 വിജയവും വേണം, ആവശ്യമാണ്. അവിടെയാണ് നമ്മൾ വേർതിരിഞ്ഞ് നിൽക്കേണ്ട ഒരു കാര്യം. ജയിക്കണം, പരീക്ഷയിൽ ജയിക്കണം, തെരഞ്ഞെടുപ്പിൽ ജയിക്കണം, കച്ചവടത്തിൽ ജയിക്കണം, കൃഷിയിൽ ജയിക്കണം, യുദ്ധം അതും അങ്ങനെ തന്നെയാണ്. നിരപരാധികളായ കുഞ്ഞുങ്ങളെയും സിവിലിയന്മാരെയും അതുപോലെ ജീവിക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന വൃദ്ധന്മാരെയും വൃദ്ധകളെയും ഉമ്മമാരെയും ഉപ്പമാരെയും ഒക്കെ കുരുതി കൊടുക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ ജയിക്കണം എന്നതിനാണ്. അതിനുവേണ്ടി പണം ചെലവഴിച്ചാലും മനുഷ്യന്റെ ചോര കുടിച്ചാലും യുദ്ധത്തിൽ ഏർപ്പെടുന്നവർക്ക് വിജയമാണ് പ്രധാനം. ഭൗതികമായ വിജയമാണ്. സഹോദരങ്ങളെ, അതിൻ്റെയും അപ്പുറത്ത് ഒരു വിജയം നമുക്ക് വേണമല്ലോ. അതാണ് അൽ ഫലാഹു ഫിദ് ദുനിയാ വൽ ആഖിറ. നമുക്ക് ഇവിടെ വിജയിക്കണം. അതിനുള്ള എല്ലാ പണിയും അധ്വാനവും പഠനവും തൊഴിലും ഒക്കെ നമ്മൾ ചെയ്യണം. പക്ഷേ പരലോകത്ത് പരാജയപ്പെട്ടു പോകരുത്. ഇവിടെ തൽക്കാലം വിജയിച്ചിട്ട് നമ്മളെ പരലോകം നഷ്ടപ്പെടുത്തുന്ന, നമ്മളെ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ശാശ്വതമായ ജീവിതം നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആ പരലോകത്ത് കൂടി വിജയത്തിന് കാരണമാകുന്ന വിജയ ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും, അവിടെ പരാജയത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ ഇല്ലാതെ ജീവിക്കുക എന്നതാണ് ബുദ്ധി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി അതാണ്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? പരലോകത്തു കൂടി വിജയിക്കുന്ന ഒരു ജീവിതത്തിന് നമ്മൾ കുറേയൊക്കെ ഒഴിവാക്കേണ്ടതുണ്ട്, കുറെ നമ്മൾ എടുക്കേണ്ടതുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾ ആരായെന്ന് പറയുന്ന അല്പം ദീർഘമായ ഒരു സൂറത്ത് നമുക്ക് കാണാം. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ വല്ലദീന ഹും അലാ ലിഅമാനാതിഹിം റാഊൻ. അങ്ങനെ തുടർന്ന് ഒരു 5-6 കാര്യങ്ങൾ വിജയിച്ചവർ ആരാണ് എന്ന് പറയുന്നുണ്ട് അല്ലാഹു തആല. ആ വിജയവും നമ്മൾ മറന്നു പോകരുത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ച് ജീവിക്കുന്ന, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കുന്ന, നമസ്കരിക്കുന്ന ആളുകളോടാണ് നിങ്ങൾ വിജയിക്കണമെങ്കിൽ, നിങ്ങൾ നമസ്കരിച്ച് വിജയിക്കണമെങ്കിൽ ഭക്തിയോടുകൂടി ആ കാര്യം ചെയ്യണം. അത് അശ്രദ്ധമായി ചെയ്യരുത്. ആ ഖുശൂ, ഭക്തിയോടുകൂടി നമസ്കാരം നിർവഹിക്കുന്നവർ എന്ന് പറയുന്നത് നിസ്കരിക്കുന്നവരോടാണ്. എന്നാൽ അതേ ആയത്തുകളുടെ അവസാനത്തിൽ 7-ാമതായി അള്ളാഹു പറയുന്നത് വല്ലദീന ഹും അലാ സലവാത്തിഹിം യുഹാഫിളൂൻ. നിസ്കരിക്കാത്ത ആളുകളോടാണ് അത് കൃത്യമായി പാലിക്കണം. അതിൽ മുഹാഫലത്ത്, അതിൻ്റെ സമയനിഷ്ഠ പാലിച്ചുകൊണ്ട് കൃത്യമായി ഫർളുകളെങ്കിലും കൃത്യമായി നിർവഹിക്കണം എന്ന് പറയുന്നത് നിസ്കരിക്കാത്തവരോടാണ്. അപ്പോൾ ലഘുവുകളായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. വിജയിക്കണമെങ്കിൽ അല്ലാഹു തആല നമ്മളോട് പറയുന്നത് അതാണ്. ലഘുവ്, നമുക്കൊരു ഉപകാരം കിട്ടാത്ത കാര്യങ്ങൾ, നമുക്ക് ഇഹലോകത്തും പരലോകത്തും ഗുണം കിട്ടാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഹലോകത്ത് ഗുണം കിട്ടും പരലോകത്ത് നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. കൂലി കിട്ടാത്ത, ശിക്ഷ കിട്ടുന്നതും എന്നാൽ മറ്റൊരു നിലക്ക് ദുനിയാവിൽ ഒരുപാട് നേട്ടമുണ്ട്, പരലോകത്ത് ശിക്ഷയും കിട്ടുന്നതുമായ എല്ലാ കാര്യങ്ങളും ലഘുവാണ്. ഇദാ സമിഉ ലഹ്വ അയറദു അൻഹു വഖാലു ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും ലാ നബ്തഗിൽ ജാഹിലീൻ. ആവശ്യമായ കാര്യങ്ങൾ കേട്ടാൽ, ആവശ്യമായ അനാവശ്യമായ
അനാവശ്യമായ വർത്തമാനങ്ങൾ കേട്ടാൽ അത് വെറുതെ ആവശ്യമില്ലാതെ അവരങ്ങനെ പറഞ്ഞിരിക്കുകയാണ്, ജാഹിലുകളാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മൾക്ക് ലനാ അഅ്മാലുനാ വലക്കും അഅ്മാലുക്കും, നിങ്ങളെന്താ വെച്ചാൽ ജീവിച്ചോ, നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞാൻ എൻ്റെ പ്രവർത്തനമായി ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ലഹവുകൾ അനാവശ്യങ്ങളിൽ നിന്നും മാറി നിൽക്കണമെന്നാണ്. അനാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന അള്ളാഹുവിൻ്റെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അമലുകളിൽ ഒരുപാട് ലഹവുണ്ട്. അള്ളാഹു റസൂലും പഠിപ്പിച്ചു തരാത്ത ബിദ്അത്തുകൾ, അനാചാരങ്ങൾ, ഇസ്ലാമിൽ കടന്നുകൂടിയ ഒരുപാട് അനാചാരങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ലഹവുകളാണ്, അനാവശ്യമാണ്. ആമിലത്തുൻ നാസിബ, അധ്വാനിച്ച് ക്ഷീണിച്ച് തസ്ലാനാറൻ ഹാമിയ, പരലോകത്തൊന്നും കിട്ടാതിരിക്കും. ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമായി നടന്നാൽ അത് ലഹവാണ്. അതുപോലെ തന്നെ ഉപകാരമില്ലാത്ത ഒരുപാട് ജീവിതത്തിലെ നമ്മുടെ ആരോഗ്യം അത് ലഹവായിട്ട് വെറുതെ കളയാൻ പാടില്ല. നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്ത് വൽ ഫറാഗ്. അധിക ആളുകൾക്കും നഷ്ടക്കച്ചവടത്തിലാവുന്ന, അധിക പേരും നഷ്ടം വരുത്തുന്ന രണ്ട് അനുഗ്രഹം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഒന്ന് ആരോഗ്യമാണ്. നല്ല ആരോഗ്യം. ആരോഗ്യവും കഴിവും കൊണ്ടാണ് മനുഷ്യൻ നേടി വളർന്നു വലുതാവുന്നത്. പക്ഷെ ആരോഗ്യമുള്ള മനുഷ്യന്മാർ അനാവശ്യമായി തന്റെ ആരോഗ്യത്തെ ദുരുപയോഗപ്പെടുത്തി ഒരു കാര്യവും ചെയ്യാതെ, കുടുംബത്തിനൊരു കാര്യം ചെയ്തു കൊടുക്കാനോ നാട്ടിനൊരു കാര്യം ചെയ്തു കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ ഗുണകരമായി ആരോഗ്യം കൊണ്ടൊന്നും ചെയ്തു കൊടുക്കാനോ കഴിയാതെ വെറുതെ തടിമിടുക്കും കൊണ്ട് അനാവശ്യമായി ജീവിച്ച് കാലം കഴിയുന്ന ആളുകൾ മഹാനഷ്ടമാണ് എന്ന് നബി പഠിപ്പിച്ചു. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും. നമ്മളെ കുടുംബത്തിനും നമ്മളെ സമൂഹത്തിനും നമ്മുടെ ആളുകൾക്കും വേണ്ടി ഒരുപാട് സേവനങ്ങളും നന്മകളും നമുക്ക് ചെയ്യാൻ കഴിയല്ലോ. നമുക്ക് എന്താ തന്ന ആരോഗ്യം, അത് വെറുതെ കളയാൻ പാടില്ലല്ലോ. അതുപോലെ ഒഴിവ് സമയം നമ്മളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇനി ദീർഘമായ കുറേ ദിവസങ്ങൾ ഒഴിവുകളാണ്. ഈ കുട്ടികളെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ സമൂഹത്തിൽ ഇനി വരുന്ന ഒരുപാട് വേണ്ടാത്തരങ്ങൾ, എല്ലാ സർക്കസ് കൂടാരങ്ങളും എല്ലാ തോന്നിവാസത്തിന്റെ കേന്ദ്രങ്ങളും ഈ ഒഴിവ് കാലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് തുടങ്ങുന്നതോ അല്ലെങ്കിൽ അവരെ ലക്ഷ്യമാക്കി തുറന്നു വെക്കുന്നതോ ആണ്. നമ്മുടെ കുട്ടികളുടെ ഒഴിവ് കാലത്തെ നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. നാളെ പിറ്റേന്ന് ഈ മക്കൾ നമുക്ക് ഉപകാരികളാവണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന, എൻ്റെ ഉപ്പ ബുദ്ധിമുട്ടരുത്, എൻ്റെ ഉമ്മ കഷ്ടപ്പെടരുത്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടായി കിട്ടിയത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് നൽകിയ ഉപദേശങ്ങളോ ശിക്ഷണങ്ങളോ ആയിരിക്കും. അടുത്ത തലമുറക്ക് ആ ഒരു തോന്നൽ നമുക്ക് നൽകണമെങ്കിൽ അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾക്ക് അറിയാലോ, ഉപ്പാനെ കൊണ്ട് ശല്യമായിരുന്നില്ലേ, നമുക്ക് പോയി പോയി പഠിക്ക്, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, അത് വേണ്ടാത്തരമാണ്, തോന്നിവാസമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശാസിച്ചപ്പോൾ നമുക്കത് വെറുപ്പായിരുന്നു. പക്ഷെ അതുകൊണ്ട് എത്ര ഗുണം കിട്ടി നമുക്ക്. ഉമ്മമാര് വീട്ടിൽ വെറുതെ ഇരിക്കാൻ അനുവദിക്കാതെ പഠിക്കാനും ഓതാനും പഠിക്കാനും വായിക്കാനും നമ്മളെ ഉപദേശിച്ചത് കൊണ്ടല്ലേ നമ്മൾ ഈ സ്ഥാനത്തെത്തിയത്. അപ്പൊ നമ്മുടെ കുട്ടികളുടെ ഒഴിവുകാലം, മുതിർന്നവരുടെയും കുട്ടികളുടെയും ഒഴിവുകാലം വളരെ അപകടകരമല്ലെങ്കിൽ ഈ ഒഴിവുകാലത്തെ ദുരുപയോഗപ്പെടുത്താൻ വേണ്ടി ആ കുട്ടികൾക്ക് കെണിവെച്ച് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. തോന്നിവാസത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്ന, അവരെ നമ്മൾ പഠിക്കാൻ, കുറച്ചെങ്കിലും ഖുർആൻ ഓതാൻ, ഖുർആൻ പഠിക്കാൻ സംവിധാനങ്ങളുണ്ട്. ഒരുപാട് ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. കുറച്ചു നേരം അത് കേൾക്കാൻ, കുറച്ചു നേരം പഠിക്കാൻ, നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നു കൊടുത്ത് നമ്മൾ ഒരുപാട് അവർക്ക് മധുരമുള്ളതും അവർക്ക് രുചിയുള്ളതുമായ കാര്യങ്ങൾ കൊണ്ടുവന്നു കൊടുക്കുന്നു. നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക. ഉപകാരപ്രദമായ സാമൂഹ്യ ബോധം ഉണ്ടാകുന്ന, ചരിത്രബോധം ഉണ്ടാകുന്ന, മഹാന്മാരുടെ ജീവിതത്തെപ്പറ്റി കൃത്യമായ ബോധ്യം കിട്ടുന്ന അമ്പിയാക്കളാവട്ടെ സാലിഹീങ്ങളാവട്ടെ, അതല്ല മറ്റു ലോകത്ത് വിജയിച്ച് സമൂഹത്തിന് മാതൃകയായ മഹാമനുഷ്യന്മാരായ ആളുകളുടെ മാതൃകകളും ഒക്കെ പഠിക്കാനും ഒക്കെ പറ്റുന്ന പുസ്തകശാലകളിൽ പോയി തെരഞ്ഞെടുത്ത് അനാവശ്യമായ ചിന്തകൾ ഉണ്ടാക്കുന്നതല്ല. നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിക്കൊടുത്ത് കുറച്ചു നേരം അത് വായിക്കട്ടെ, കുറച്ചു നേരം അവർ ഖുർആൻ ഓതട്ടെ,
കുറച്ചു നേരം അവർ ഉപ്പയെയും ഉമ്മയ്ക്കും വേണ്ടി സേവനം ചെയ്യട്ടെ. പെൺകുട്ടികളെയൊക്കെ കുറച്ചൊക്കെ നല്ല കാര്യങ്ങൾ അവർക്ക് ജീവിതത്തിലും അവരുടെ ഉമ്മയെയും സഹായിക്കാനുള്ള കാര്യങ്ങളിൽ നമ്മൾ അവരെ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ആ ഒഴിവിൽ പിശാച് കയറിയിരിക്കും. സോഷ്യൽ മീഡിയകൾ ദുരുപയോഗപ്പെടുത്തി അവരുടെ ചിന്തയും അവരുടെ വളർച്ച മുരടിക്കുന്ന, അവരുടെ ചിന്ത നഷ്ടപ്പെടുത്തുന്ന, നമുക്ക് നമ്മുടെ മക്കളെ കൈവിട്ടു പോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിക്കും കുട്ടികളുടെ ഒഴിവുകാലം. കാരണം അവരെ കാത്ത് ഒരുപാട് തിന്മകളുടെ വാതിലുകൾ തുറന്നു വെക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒഴിവുകാലത്ത്, പ്രത്യേകിച്ചും എല്ലാ കാലത്തും പ്രത്യേകിച്ചും. അപ്പൊ അവരൊക്കെ ആ നിലക്കുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ആളുകളെ പറ്റിയാണ് ഉപകാരമില്ലാത്ത എന്നാൽ ഉപകാരം കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്തി നമ്മുടെയും അവരുടെയും ഒഴിവുകൾ നമ്മൾ പ്രയോഗിച്ചിട്ടില്ലെങ്കിൽ അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, അവഗണിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന ആ ലിസ്റ്റിൽ നമ്മൾ പെടാതെ പോകും. എത്രമാത്രം നഷ്ടമാണ്. മരണം വരെ മുസ്ലിമാണ് എന്നും പറഞ്ഞ് ജീവിച്ചിട്ട് അവസാനം അവിടെ എത്തുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മളെ പേരില്ലാതിരുന്നാൽ അത് നഷ്ടമല്ലേ? നമ്മൾ ഉപയോഗപ്പെടുത്തണം. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ, ദാനധർമ്മങ്ങൾ, ജനങ്ങൾക്ക് ദാനങ്ങളും ധർമ്മങ്ങളും കൊടുക്കുന്ന ആളുകൾ. സഹോദരന്മാരെ, നമ്മുടെ മാതാക്കന്മാര് മുലപ്പാല് തന്നിട്ടാണ് നമ്മൾ വളർന്ന് ഇവിടെ എത്തിയത്. ആ ഉമ്മ ഉറക്കൊഴിച്ച് ക്ഷീണിച്ചുറങ്ങുമ്പോൾ പോലും നെട്ടി ഉണരുന്ന കുഞ്ഞിന് മുലപ്പാല് കൊടുത്ത് അതിന് തൃപ്തി വന്ന് അത് വിശ്രമിച്ച് അത് ഉറങ്ങി, മുലപ്പാല് കുടിച്ച് ഉറങ്ങി അതിൻ്റെ വയറ് നിറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടിട്ടായിരുന്നു നമ്മുടെ മാതാപിതാക്കൾ തലചരിച്ചിരുന്നത്. ആ ഉമ്മയുടെ ആ ധർമ്മബോധം നമ്മൾ വളർത്തണമെന്നുള്ള ചിന്ത. നമ്മുടെ ഉപ്പമാര് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളെ വളർത്തിയത് അത് കുട്ടികൾക്ക് അറിയില്ല. പക്ഷേ മുതിർന്ന നമുക്കറിയാം നമുക്ക് വേണ്ടി അവർ കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകളൊക്കെ. അപ്പൊ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിച്ചത് എന്ന് ഓർക്കണം. നമ്മൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ടാണ് നമ്മൾ ജീവിച്ചത്. അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അതിലേറെ നമ്മൾ ജീവിച്ചത്. പടച്ചവൻ നമുക്ക് നൽകുന്നു. ആ പടച്ചവൻ നൽകിയത് പാവപ്പെട്ട മനുഷ്യന്മാർക്ക് സക്കാത്തായിട്ടും സദഖയായിട്ടും കൊടുക്കാനുള്ള മനസ്സില്ലെങ്കിൽ ആ ക്രൂരത ഒരിക്കലും നമ്മളെ രക്ഷപ്പെടുത്തുകയില്ല. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. അപ്പൊ വിജയിക്കണമെങ്കിൽ അള്ളാഹ് പറഞ്ഞത് ദാനധർമ്മങ്ങൾ നടത്തുന്നവരാണ്, സക്കാത്ത് കൊടുക്കുന്നവരാണ്. പടച്ചോൻ എനിക്ക് തന്ന പോലെ ഞാൻ ഇല്ലാത്തവർക്ക് കൊടുക്കണം, എന്നെ കൊണ്ട് അവരും കൂടി ജീവിക്കണം എന്നൊരു തോന്നൽ, എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, ഗുഹ്യ ഭാഗങ്ങൾ സൂക്ഷിക്കുന്നവർ. ലൈംഗികമായ അപകടത്തിലേക്കാണ് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുന്നത്. നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മാഇലാത്തുൻ മുമീലാത്തുൻ റുഊസുഹുന്ന കഅസ്നിമത്തിൽ മുഖ്തി. വരാനിരിക്കുന്ന കാലത്ത് വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും ധരിക്കാത്ത പോലെ അവയവങ്ങൾ കാണിച്ച് ആണുങ്ങളെ ആകർഷിക്കുന്ന സ്ത്രീകൾ ലോകത്ത് വരാനിരിക്കുന്നുണ്ട്. തടിച്ച ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ തലയാട്ടി ആണുങ്ങൾക്കിടയിൽ സൗന്ദര്യവും പ്രകടിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളാണ് ഈ ലോകത്തിന്റെ ശാപങ്ങൾ എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ലൈംഗികമായ അപകടകരമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ തള്ളിവിടാൻ എല്ലാ സൗകര്യങ്ങളും പണ്ടത്തെ അപേക്ഷിച്ചുണ്ട്. അവിടെയും നമ്മൾക്ക് വിജയം നേടണമെങ്കിൽ ആ രംഗത്ത് ശക്തമായ ഒരു പിടിച്ചു നിൽക്കാനുള്ള, തിന്മയിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കാനുള്ള ഒരു ശക്തി നേടേണ്ട കാലമാണ് മറ്റേത് കാലത്തേക്കാളും. അതുപോലെ തന്നെ വല്ലദീനഹും ലിഅമാനാതിഹിം റാഊൻ, അമാനത്തുകൾ സൂക്ഷിച്ചു നിർത്തുന്നവർ. നമ്മളെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അത് പിതാവാവട്ടെ മാതാവാവട്ടെ, അവർക്ക് അമാനത്തുണ്ട്, മക്കൾക്ക് അമാനത്തുണ്ട്, അധ്യാപകർക്കും തൊഴിലാളികൾക്കും ഉദ്യോഗസ്ഥർക്കും സമൂഹത്തിലുള്ള നമുക്കൊക്കെ ഓരോരുത്തർക്കും നാം ജീവിക്കുന്ന ഈ ജീവിതത്തിൽ വെറുതെയല്ല, അമാനത്തുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. വീട്ടിൽ നിന്ന് 10 അടി മുന്നോട്ട് റോട്ടിലേക്ക് കയറി നടക്കുമ്പോൾ ഒരു പശു കയറി നടക്കുന്നത് പോലെയല്ല, ആ വഴിയോട് പോലും, നമ്മൾ നടക്കുന്ന വഴിയോരങ്ങളോട് പോലും അമാനത്തുകളുണ്ട്, ഉത്തരവാദിത്തമുണ്ടെന്നാണ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ വിജയികളുടെ കൂട്ടത്തിൽ നമ്മൾ പെടണമെങ്കിൽ എല്ലാ രംഗത്തും
വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ ഈ വിജയികളുടെ കൂട്ടത്തിൽ പെടണമെങ്കിൽ ഫദ്കുറൂ ആലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഖുർആനിൽ ആവർത്തിച്ച് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ ഒരുപാട് അച്ചടക്ക മര്യാദകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫദ്കുറൂ ആലാ അല്ലാഹി ലഅല്ലക്കും തുഫ്ലിഹൂൻ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊള്ളണം, ഒരിക്കലും അത് മറന്നു പോകരുത്. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി പടച്ചോൻ നിങ്ങൾക്ക് നൽകിയ കണ്ണും കയ്യും കാതും സമ്പത്തും സൗകര്യങ്ങളും സമയവും ആരോഗ്യവും ഒക്കെ അനുഗ്രഹമാണ്. നമുക്ക് നൽകിയ അറിവുകൾ അനുഗ്രഹമാണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. നമുക്ക് ആവശ്യമുള്ള കൽപ്പനകൾ നമ്മൾ സ്വീകരിക്കേണ്ട, വിജയത്തിന് വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട ഒരുപാട് കൽപ്പനകൾ ഖുർആനിൽ അല്ലാഹു തആല വിജയത്തിന്റെ വഴികൾ പറഞ്ഞു തന്നു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, വിശ്വാസികളെ അല്ലാഹുവിനെ സൂക്ഷിക്കുക. വബ്തഗൂ ഇലൈഹിൽ വസീല, അല്ലാഹുവിന്റെ അടുക്കലേക്ക് ആ വിജയത്തോടുകൂടി എത്താനുള്ള ആ മാർഗം, അതിലേക്ക് എത്തുന്ന വഴി ഏതാണ്, അതെപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുക. വജാഹിദു ഫീ സബീലിഹി, ആ വിജയത്തിന്റെ മാർഗത്തിൽ എത്താനുള്ള ആ വഴി അധ്വാനിക്കേണ്ടി വരുന്നിടത്ത് നിങ്ങൾ അധ്വാനിക്കുക, ജിഹാദ് ചെയ്യുക. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അങ്ങനെ വിജയിക്കണം, ജയ് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലും വിജയിക്കണമെന്ന ആ ബോധം നിലനിർത്തുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരങ്ങളെ, എല്ലാ ദിവസവും രാവിലെ ആരാണ് ഇന്ന് വിജയിച്ചത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് യുദ്ധമുഖത്തേക്ക് അതിൻ്റെ വാർത്തകൾ നമ്മൾ അറിയുന്നത്. യഥാർത്ഥത്തിൽ ഭൗതികമായ വിജയം ആർക്കാണ് എന്നത് പ്രശ്നം തന്നെയാണ്. ആ വിജയം നമുക്ക് ആവശ്യമുണ്ട്. വിശ്വാസികൾക്ക് അപകടകരമല്ലാത്ത തരത്തിൽ മനുഷ്യ സമൂഹത്തിന് നന്മയേൽക്കുന്ന ഭാഗം എവിടെയാണോ അവിടെ വിജയിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാമല്ലോ, ഒരു മിസൈൽ വന്ന് വീണപ്പോഴേക്ക് അന്നം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. അങ്ങാടികളിൽ നല്ലൊരു ഭക്ഷണം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു എവിടേക്കാണ് ഉദ്ദേശിച്ചത്, എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് അറിഞ്ഞുകൂടാ, ഇല്ലേ? നമ്മളെ സോയ്സ് ഇത്രക്കേ ഉള്ളൂ. നമ്മൾ ഈ സന്തോഷിച്ച് അടിച്ചു പൊളിക്കുന്ന സോയ്സ് അല്പം ഒരു ചെറിയ മിസൈലുകൾ കൊണ്ട് ആ സോയ്സ് മുട്ടിപ്പോവുകയും വിലക്കയറ്റത്തിലേക്കും അന്നം പോലും വെച്ചുണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കും പോകുന്നുണ്ട് എന്നാണല്ലോ നമ്മുടെ മുമ്പിലുള്ള ഇന്നത്തെ ഭയപ്പാടുകൾ. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ജീവിതത്തിന്റെ സുഖഭോഗങ്ങൾ എന്ന് മനസ്സിലാക്കി ഇഹലോകത്തും പരലോകത്തും വിജയിക്കുന്ന യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. നമ്മൾ വിജയത്തിന് വേണ്ടി സ്വീകരിക്കേണ്ട ഒരുപാട് മാർഗങ്ങൾ പറഞ്ഞപ്പോൾ വിജയത്തിന് വേണ്ടി ഒഴിവാക്കേണ്ട കാര്യങ്ങളും റസൂൽ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖംറ്, മദ്യം, നമ്മുടെ മനസ്സിനെ തെറ്റിക്കുന്ന, സ്വബോധത്തെ ഇല്ലാതെയാക്കുന്ന, അത് കുടിക്കുന്നതാവട്ടെ, ചവക്കുന്നതാവട്ടെ, അതല്ലെങ്കിൽ മറ്റു നിലക്ക് അത് ഉപയോഗിക്കുന്നതാവട്ടെ, മനുഷ്യന്റെ മനസ്സിനെ ഇല്ലാതെയാക്കുന്ന എല്ലാം, നമ്മുടെ ബോധത്തെ ഇല്ലാതെയാക്കുന്ന പാട്ടും കൂത്തും കളികളും ബുദ്ധിയെ നശിപ്പിക്കുന്നതും എല്ലാം ഖംറിന്റെ കൂട്ടത്തിലാണ്, മറക്കുന്നതെന്നാണ്. അള്ളാഹുവിനെ പറ്റി നമ്മളെ മറപ്പിക്കുന്ന, സ്വബോധത്തെ മറപ്പിക്കുന്ന എല്ലാ ഖംറും വൽ മൈസിർ, ചൂതാട്ടങ്ങൾ, പണത്തിന് വേണ്ടി ഹറാമും ഹലാലും നോക്കാതെ നമുക്ക് പണം കിട്ടണം, അതിന് എന്തെല്ലാം വേണമോ, ജയിക്കണം, ജയിച്ചിട്ട് പണം വരണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ പണം കിട്ടണം, അതിന് എന്തൊക്കെ പണയം വെക്കണമോ, അഭിമാനം പോലും പണയം വെക്കാൻ പറ്റാത്ത ഒരു ചൂതാട്ടത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നമൽ ഖംറു വൽ മൈസിർ, മദ്യം,
ബുദ്ധിയെ നശിപ്പിക്കുന്ന വസ്തുക്കളും ചൂതാട്ടങ്ങളും, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം, മനുഷ്യനെ രക്ഷിക്കുമെന്ന് കരുതി മനുഷ്യൻ ഭൂമിയിൽ നാട്ടിവെച്ച കല്ലുകളും മരങ്ങളും വിഗ്രഹങ്ങളും പൂജാ ദൈവങ്ങളും മനുഷ്യ ദൈവങ്ങളും എല്ലാം നമുക്ക് ആ ഓജന്റെ അടുത്ത് രക്ഷ കിട്ടും, ആ വലിയതിന്റെ അടുത്ത് രക്ഷ കിട്ടും, അവിടെ പോയാൽ രക്ഷ കിട്ടും, ഇവിടെ ജാറത്തിങ്ങ പോയാൽ രക്ഷ കിട്ടും. ഇതൊക്കെ അൻസാബുകളാണ്, മനുഷ്യനെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി നാട്ടിവെച്ച നാട്ടക്കൊടികളാണ്. ഇതൊക്കെ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ്. ഫജ്തനിബൂഹു, നിങ്ങൾ മാറി നിൽക്കുക, അകന്നു നിൽക്കുക. എന്നിട്ട് പറഞ്ഞു ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയിക്കണം, ഇതൊക്കെ ചെയ്യണം. വിജയിക്കലാണല്ലോ ആവശ്യം, വിജയത്തിനാണല്ലോ ഈ പാടുപെടുന്നത്. എന്നാ പരലോക വിജയത്തിനും അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെടണം എന്നാണ് അള്ളാഹു തആല എല്ലാ അന്ധവിശ്വാസങ്ങളിൽ അസ്ലാം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ രക്ഷ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചു പോകുന്ന എല്ലാ കല്ലും നാട്ടയും എല്ലാ ഉറുക്കും മന്ത്രവും നൂലുകളും എല്ലാ മാരണങ്ങളും മാട്ടുകളും അസ്ലാമുകളുടെ വിശദമായ അർത്ഥത്തിൽപ്പെടുന്ന ഇതൊക്കെ മലിനമാണ്. നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നേർക്കുനേരെ യാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കണം. അതിനാൽ വിശ്വാസികളെ ഫഅമ്മാമൻ താബ വആമന വഅമില സാലിഹൻ ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഫ്ലിഹീൻ, ജീവിതത്തിൽ ഒരു പശ്ചാത്താപത്തോടു കൂടി മടങ്ങി വന്ന് നല്ല കാര്യങ്ങൾ ചെയ്ത് ആരെങ്കിലും ജീവിച്ചാൽ ഫഅസാ ഉലൈക അൻ യകൂനു മിനൽ മുഫ്ലിഹീൻ, അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിൽപ്പെടും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്ക് അള്ളാഹു തആല ആശ്വാസവും ശമനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.